ഹായ്, നമസ്കാരം. അപ്പോൾ ഇത് സന്ധ്യയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ ഇത് സന്ധ്യയ്ക്ക് ശേഷം എടുത്തൊരു വീഡിയോ കേട്ടോ. നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിച്ചിട്ട് അപ്പോൾ എടുത്തൊരു വീഡിയോയാണ്. സന്ധ്യയ്ക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുറേ നേരം കളിക്കും കേട്ടോ. കളിച്ചിട്ട് പിന്നെ അവർ കുളിച്ചിട്ട് നാമമൊക്കെ ജപിക്കും. വിളക്ക് കത്തിച്ചിട്ട് നാമമൊക്കെ ജപിച്ച് കുറച്ച് നേരം ഞങ്ങളങ്ങനെ മുറ്റത്തൊക്കെ ഇരിക്കും. പിന്നെ ഇതാ ഇവരെ കണ്ടോ. ഇവർ നമ്മളൊരു 12 മണി 12:30 ആവുമ്പോൾ വന്നാലും ഇവരിവിടെ തന്നെ കാണും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്ക് കുറച്ചുകൂടെ സേഫായിട്ടൊരു സ്ഥലത്തേട്ട് മാറിയിരുന്നൂടെ എന്ന് ഞാൻ വിചാരിക്കും. വലിയ മരമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവന്മാർ ഇവിടെ തന്നെ ആയിരിക്കുന്നത്. 3 പേര് രാവിലെ വരെ അവിടെ കാണും. നല്ല രസമാണ് കാണാൻ. ഭയങ്കര അടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പിറ്റേന്നലത്തേക്കുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കുക കേട്ടോ. സത്യത്തിൽ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ തലേ ദിവസമാണ്. ബാക്കി ഒരു ഫുൾ ഡേ ഒരു 8 മണി ഒക്കെ തൊട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ ഇതുപോലെ എല്ലാ പണിയും എൻ്റെ തീർത്ത് വെക്കും. അപ്പം നമുക്ക് കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കൊഞ്ചെന്ന് വെച്ചാൽ ചെമ്മീൻ. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയല്ലേ. അപ്പം ഞങ്ങൾക്ക് കൊല്ലംകാർക്ക് ഇത് കൊഞ്ചാണ് കേട്ടോ. അപ്പം കൊഞ്ചാണ് കിട്ടിയത്. അപ്പം അത് വൃത്തിയാക്കി വെക്കുകയാണ്. രാവിലെ വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്നവരാണെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. എന്തുവാ ചെയ്യേണ്ടതെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അപ്പോൾ കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടത്തില്ല. ഇതാവുമ്പോൾ നമുക്കറിയാം കൊഞ്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, പിന്നെ പച്ചക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ മാത്രം മതി. പിന്നെ അത് തന്നെയല്ല, നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് അലിഞ്ഞ് തണുപ്പൊക്കെ പോയി പിന്നെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാവും. നമുക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. അവർക്ക് ഫുഡ് കൊടുക്കാനോ അവരെ നോക്കാനോ ഒക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ ആണോയെന്നില്ല. എനിക്ക് അപ്പം നേരത്തെ തീർത്ത് വെച്ചാൽ എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് അവനെ നന്നായിട്ട് ഒരുക്കി വൃത്തിയായിട്ടൊക്കെ വിടാനും അവന് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പം അങ്ങനെ ഞാൻ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കും കേട്ടോ. പിന്നെ നാളെ കൊഞ്ച് റോസ്റ്റും കൊഞ്ച് തീയലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. നല്ല ഈസി ആയിരിക്കും രാവിലെ. മറ്റേത് നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ നമുക്കൊരു ഐഡിയ, തേങ്ങ തിരുകണം, പച്ചക്കറി അരിയണം, പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നാൾ മുമ്പ് നമ്മളിങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞൊക്കെയായിരുന്നു മീനൊക്കെ കിട്ടുന്നത്. നമ്മുടെ വീടിന് തൊട്ട് മുറ്റത്ത് വരും കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി നിന്നാൽ മതി. അപ്പം പക്ഷേ അങ്ങനെ കിട്ടിയാൽ തന്നെയും ഭയങ്കര നമ്മുടെ ജോലികൾ കഴിയാൻ ഭയങ്കര താമസമായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. തലേന്ന് ഇങ്ങനെ എന്തെങ്കിലും മീനൊക്കെ വാങ്ങിച്ച് വെച്ച് ക്ലീൻ ചെയ്തെല്ലാം വെക്കും. കുറേ അധികം പല സൈസ് മീനുണ്ടെങ്കിൽ 1-2 ടൈപ്പ് വാങ്ങിച്ചിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കും. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടെ നമ്മൾ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ വേറെ അപ്പുറത്ത് ജോലിയൊക്കെ നടക്കുന്നുണ്ട്. നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയൊക്കെ അരച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേശ്ശെ സാധനങ്ങളെ കുറേശ്ശെ കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. ഒരുപാടായാൽ നിങ്ങൾക്കും ബോറടിക്കും.
അപ്പോൾ പിന്നെ ഇനി കൊഞ്ച് തീയലിനുള്ള തേങ്ങയും കൂടെ തിരികെ വെക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ തേങ്ങ ഒക്കെ തിരികെ ഇതൊക്കെ തീർന്നു പോയി. മറ്റേത് വലിയൊരു കണ്ടെയ്നറിനകത്ത് കുറച്ചധികം ഒരു 1-2 തേങ്ങ മുഴുവനായിട്ട് തിരുമ്മി ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കും. വലിയ കട്ടിയാവൊന്നുമില്ല കേട്ടോ. നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള അത്ര തണുപ്പേ കാണും. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് വെക്കും. അപ്പോൾ കുറേ ദിവസത്തേക്ക് കാണും, ഒരു 4-5 ദിവസത്തേക്ക് കാണും. ചെവയോ ചീത്തയാവോ ഒന്നും ചെയ്യില്ല. ഇതിപ്പോൾ തീർന്നു പോയതുകൊണ്ട് ഞാൻ തിരികെ എടുത്ത് ഫ്രീസറിൽ വെക്കും. വെച്ചിട്ട് നാളത്തെ തീയലിനുള്ള എല്ലാം റെഡിയാക്കി വെച്ച്, എന്നിട്ട് ഇനി രാത്രിയിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യും. എല്ലാ ഭാഗവും രാത്രി തുടയ്ക്കും, പക്ഷെ തൂക്കും. തുടയ്ക്കത്തില്ല എല്ലായിടവും, അടുക്കള മാത്രമേ ഉള്ളൂ ദിവസവും തുടയ്ക്കുന്നത്. ബാക്കി 2 ദിവസം കൂടുമ്പോഴാണ് ഫുള്ളായിട്ട് തുടച്ചിടുന്നത്. പക്ഷേ രാത്രി തന്നെ എല്ലായിടവും തൂക്കും, ഹോളും റൂമും കിച്ചണും എല്ലാം തൂക്കും. കിച്ചൺ മാത്രം ദിവസവും തുടയ്ക്കും. പിന്നെ ദാണ്ട ഈ സ്റ്റൗവൊക്കെ, നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ തുടയ്ക്കുക. നമ്മൾ വിചാരിക്കും 2 ദിവസം കഴിഞ്ഞിട്ട് തുടയ്ക്കാം, വലിയ അഴുക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, കുറേ നാൾ കഴിയുമ്പോൾ കുഞ്ഞു അഴുക്കേ കാണൂ, ചിലപ്പോൾ ദിവസവും കാണത്തോലും ഇല്ല. പക്ഷെ നമ്മൾ തുടച്ച് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ബർണറൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അത് പഴകിപ്പോവും. എന്തോ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും വൃത്തിയാവാത്ത രീതിയിൽ അതിന് പഴക്കം വരും. അതുപോലെ നമ്മൾ ഈ ഭംഗിക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളായാലും എന്തായാലും ഒന്ന് വൃത്തിയായിട്ടൊന്ന് തുടച്ച്, ഇടയ്ക്കെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയായിട്ട് വെക്കാമെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഫെയ്ഡാവും, കളർ ഫെയ്ഡായി പോവും കുറേ നാൾ കഴിയുമ്പം. സെറാമിക്കൊക്കെ ആണെങ്കിൽ അങ്ങനങ്ങ് കളർ ഫെയ്ഡാവില്ല ഉള്ളിലിരിക്കുന്നതിൽ, എന്നാലും ഒന്ന് തുടച്ച് വെക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി, സ്റ്റൗവൊക്കെ വൃത്തിയാക്കി, പിന്നെ അവിടെ ഇരിക്കുന്ന ഈ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് തുടയ്ക്കും. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ മസാലയൊക്കെ തെറിച്ച് വീഴുകയോ, നമ്മൾ കടുക് വറുക്കത്തില്ലയോ, കടുക് വറുക്കാന്ന് വെച്ചാൽ താളിക്കുന്നതിനെ കടുക് വറുക്കുക. അപ്പോൾ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ ആ എണ്ണയൊക്കെ തെറിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗത്ത് തൊട്ടടുത്തിരിക്കുന്ന കുപ്പികളൊക്കെ ഞാനൊന്ന് തുടയ്ക്കും. ബാക്കി പിന്നെ അങ്ങോട്ടിരിക്കുന്ന ഐറ്റംസൊക്കെ അത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് അത് ഞാൻ കാണിക്കാം. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് കഴുകലാട്ടോ. ഈ സിങ്ക് കഴുകി വൃത്തിയായിട്ട് ഇട്ടിട്ട് രാവിലെ ഒന്ന് കാണണം, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ രാവിലെ വരുമ്പോൾ ആ ഫുഡിൻ്റെ വേസ്റ്റും ഒരുമാതിരി ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ, ഒരു പായൽ പോലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഭയങ്കര എന്തോ ഒരുമാതിരി തോന്നും നമുക്ക്. അപ്പോൾ അതുകൂടെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിക്കിടക്കും. നമ്മൾ രാവിലെ വരുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ദിവസവും ഉള്ള പരിപാടിയായിട്ടോ. ഡെയിലി ഇതുപോലെ തന്നെ ഈ സിങ്കുമൊക്കെ വൃത്തിയാക്കി, കുറച്ചൊക്കെ ഈ വൃത്തിയാക്കാനുള്ള പരിപാടികളും ഇങ്ങനെ കട്ടിങ്ങും ക്ലീനിങ്ങും അതൊക്കെ അങ്ങ് രാത്രിയിൽ അങ്ങ് തീർത്ത് വെക്കും. അപ്പം അങ്ങനെ ചെയ്യുക. എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം കാണും കേട്ടോ. കാരണം എൻ്റെ തൊണ്ട നന്നായിട്ട് ഇങ്ങനെ അടച്ചിരുന്നതാണ്. അപ്പോൾ ഒരു 1-2 ദിവസം വിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും കേട്ടോ സൗണ്ടിൽ. അപ്പം അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഈ തലേന്ന് ഇങ്ങനെ എല്ലാം ചെയ്തു വെക്കത്തില്ലേ, ജോലിയെല്ലാം തീർത്ത് വെക്കുമല്ലോ. അപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മക്കൾ, അപ്പച്ചി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സിസ്റ്റർ, അങ്ങനെ എൻ്റെ അപ്പച്ചിയുടെ മക്കൾ ഇങ്ങനെ വിളിക്കും, എന്നും വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ 2 പെൺമക്കളാണ് കേട്ടോ, പെൺകുട്ടികളാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ജോലിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശേഷങ്ങളെല്ലാം പറയും.
ആ ജോലി തീർന്നടി, വൈകുന്നേരം തന്നെ അലക്കി, പിന്നെ തേങ്ങ തിരുകി, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഇവളുമാർ എന്നെ കളിയാക്കി പറയുന്നതാ, എന്നെ എപ്പോൾ കണ്ടാലും കളിയാക്കി പറയുന്നതാ, എടി നീ എന്തായാലും ഇതെല്ലാം ചെയ്ത് വെച്ചല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നീ തലേ ദിവസം തന്നെ കുളിച്ച് ഫ്രഷായിട്ടങ്ങ് കിടക്കാൻ പറയും. അപ്പം നിനക്ക് പിറ്റേ ദിവസം കുളിക്കേണ്ട, ആ ജോലിയും കൂടെ ഫ്രീ ആവും. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നപ്പം എനിക്കതാ പെട്ടെന്ന് ഓർമ്മ വന്നേ. അപ്പം കല്യാണത്തിന് മുമ്പ് ഭയങ്കര മടിച്ചിയായിരുന്നു കേട്ടോ. മടിച്ചെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ എപ്പോഴും ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ആ തൂക്കുകയും തുടയ്ക്കുകയും ബെഡ്ഷീറ്റ് വിരിച്ചിടുകയും എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് വെക്കുക, അതൊക്കെ ഞാൻ തന്നെ എന്നെ ഏൽപ്പിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും അത്ര ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, അവളവിടെ ഇരുന്നോട്ടെ, അവൾ ഇനി കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആകുമ്പോൾ അവൾ ഇതെല്ലാം ചെയ്യണ്ടേ, അപ്പോൾ അതുവരെ അവൾ ഫ്രീ ആയിട്ടിരുന്നോട്ടെ എന്നിങ്ങനെ എൻ്റെ അച്ഛൻ പറയും അമ്മയടുത്ത്. പിന്നിപ്പം വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമായി, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി, പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളെല്ലാം പഠിച്ച് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ നീറ്റാവണം, പിന്നെ എല്ലാ ഓർഡറിൽ എങ്ങനെ ചെയ്യണം, പിന്നെ 1 by 1 ആയിട്ട് അടുക്കും ചിട്ടയായിട്ട് എങ്ങനെ ചെയ്യണം, അതെല്ലാം നമ്മൾ പഠിച്ച് നമ്മളങ്ങ് പഠിക്കും കേട്ടോ. നമ്മൾ എത്ര മടിച്ച് ചെയ്യാലും നമ്മളൊരു കുടുംബമൊക്കെ ആകുമ്പോൾ നമ്മളതൊക്കെ അങ്ങ് പഠിക്കും. പിന്നെ ഇപ്പം വീട് മാറി, സ്വന്തമായിട്ടിപ്പം വീടൊക്കെ മാറിയപ്പോഴത്തേക്ക് നമുക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഒരു ചിട്ടയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ കഥയൊക്കെ പറയുന്നതിനിടയ്ക്ക് കുറേ ജോലി കഴിഞ്ഞു കേട്ടോ, കുറേ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ തുടക്കുകയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഈ വാഷ് ബേസിന് ഇത് എല്ലാവരും ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കൈ കഴുകുന്ന ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകുന്ന ഈ വാഷ് ബേസിൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിടണം കേട്ടോ. നന്നായിട്ട് കഴുകി അവിടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് കഴുകിയെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ച് ഒന്ന് തുടച്ച് കൂടി ഇടാമെങ്കിൽ നല്ല നീറ്റായിരിക്കും. കാരണം നമ്മൾ ചില വീടുകളിൽ നമ്മൾ ചെന്നിട്ട് നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ നമ്മളെ വിളിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈ കഴുകാൻ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഫുഡ് കഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് വിചാരിക്കും. അതേപോലെ വൃത്തികേടായിട്ട് കിടക്കും. അതിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നത് തന്നെ അല്ല കേട്ടോ. നമ്മളായാലും കഴിച്ചിട്ട് കഴുകാൻ ചെല്ലുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും, നമ്മുടെ വീടായാൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്, ഈ വാഷ് കൗണ്ടർ വൃത്തിയാക്കി ഇടണം. നിങ്ങൾ അതിനിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്തതിനിടയ്ക്ക് ഒരാളുടെ തല എവിടെ കണ്ടായിരുന്നോ? എൻ്റെ മൂത്ത മോനാട്ടോ. അപ്പം അതുവരെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം എൻ്റെ പുറകെ നടക്കും. പക്ഷേ അവനെ കാണുന്ന ഒരു ഇത് വരുമ്പം അവനെവിടെയെങ്കിലും ഭിത്തിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും. അതുവരെ എൻ്റെ പുറകെ നടക്കും കേട്ടോ. ഈ നടിമാരുടെയൊക്കെ പുറകിൽ മേക്കപ്പ് മാൻ നടക്കത്തില്ലയോ, അതേപോലെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം എൻ്റെ കൂടെ തന്നെ കാണും. ഈ ട്രൈപോഡും ഒക്കെ പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നുകൊണ്ട് എൻ്റെ കൂടെ തന്നെ കാണും. പിന്നെ ഇളയാൾ ആ സമയത്തൊക്കെ TV കാണലായിരിക്കും കേട്ടോ. അവൻ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ. അപ്പം അവൻ അവിടെ ഇരുന്ന് TV കാണും. ഇനി എൻ്റെ ലാസ്റ്റിലത്തെ പണിയായിട്ടോ, ഈ ക്ലീനിങ്ങിൽ ലാസ്റ്റുള്ള പണിയാണ് ഈ സിറ്റ് ഔട്ടും കൂടെ ഒന്ന് വൃത്തിയാക്കിയിടും. സിറ്റ് ഔട്ടിൽ ആ ചെടിയൊക്കെ കുറേ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കരിഞ്ഞിലകളും ഒക്കെ വീണ് വൃത്തികേടായിട്ടിങ്ങനെ പകൽ സമയത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറന്ന് കിടക്കും. അപ്പോൾ രാത്രിയിൽ അതും കൂടെ തൂത്ത് തുടച്ച് വൃത്തിയായിട്ടിടും കേട്ടോ. അപ്പോൾ പിന്നെ പണിയെല്ലാം തീർന്ന് ഇതുകൂടെ കഴിയുമ്പോൾ പിന്നെ പണി കഴിയും കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിവിടെ കുഞ്ഞിൻ്റെ സൗണ്ടാണ് കേട്ടോ. അത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ചേട്ടനും അനിയനും കൂടെ റിമോട്ടിന് ഇടി നടക്കുക കേട്ടോ. രണ്ടുപേരും കൂടെ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടൊന്നും അത് കേൾക്കാൻ സമയമില്ല, ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണം. താങ്ക് യു സോ മച്ച്.